മിസ്റ്റർ ജയിലർ, ഭാട്ടിയ ബ്രദേഴ്സ് കൊലക്കേസിലെ പ്രതി ഗുർചരൺ സിംഗ് കോബ്രയെ ഞങ്ങൾക്ക് കാണണം. ദിസ് ഇസ് ദ ഓർഡർ. കം ഓൺ. Show me. लड़के बहुत सुंदर हो तो और रानी आओ जी. ഇൻസ്പെക്ടർ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പ്രതി എവിടെ? ഗുർചരൺ സിംഗ് കോബ്ര. കോബ്ര എന്റെ സ്റ്റേഷനിലോ? യെസ്. എന്താ മാഡം, മൂർഖൻ പാമ്പ് വല്ല കുറ്റിക്കാട്ടിലോ കാഴ്ച ബംഗ്ലാവിലോ അല്ലേ ഉണ്ടാവൂ? തുമാരി കോബ്ര ഏ പോലീസ് ഥാന മേ നഹി. You shut up. ഇൻസ്പെക്ടർ പാഷ. യെസ്. ഇവിടെ ഇരുന്ന് ഭരണചക്രം തിരിച്ച് രാജ്യത്തെ കൊള്ളയടിക്കുന്ന നിന്റെ രാജാക്കന്മാരോട് ചെന്ന് പറഞ്ഞേക്ക് അവന്റെയൊക്കെ ഗതി ഇതായിരിക്കുമെന്ന്. ഗുഡ് മോർണിംഗ് അയൺ ബട്ടർഫ്ലൈ. ഐ എം സിദ്ധാർത്ഥ. നിന്നെ കൊല്ലാൻ സെൻട്രൽ പ്രിസണിൽ നിന്നെത്തിയ കോബ്രയുടെ നിന്റെ മുഖത്തെ എസ്ഐ പാഷ കാർക്കിച്ചു തുപ്പി. നീ അവിടെ പ്രതികരിച്ചിരുന്നെങ്കിൽ നിന്നെ കുളിപ്പിച്ചവർ കരോൾബാഗ് പോലീസ് സ്റ്റേഷൻ കിടപ്പറയാക്കി കൊണ്ടാടിയെന്ന്. മൈ ഡിയർ ഓഫീസർ, നിന്റെ ബുദ്ധിയും കരുത്തും എനിക്ക് തരൂ. നമുക്കിവിടെ പുതിയൊരു വിപ്ലവം തുടങ്ങാം. A new revolution. Shut up. രാഷ്ട്രീയക്കാരന്റെ നക്കാപ്പിച്ചയ്ക്ക് വാലാട്ടുന്ന ഒരു പീറ പോലീസുകാരൻ കൊഞ്ഞനും കുത്തിയെന്ന് വെച്ച് ഞാൻ മുട്ടുമടക്കില്ല. I will fight to the finish. സർ, ഇന്നത്തെ സ്കൂപ്പ് കണ്ടോ? ജസ്റ്റിസ് ശർമ്മയുടെ ബ്ലീഡിംഗ് നേഷൻ പുറത്തു വരാൻ പോകുന്നല്ലോ. വരട്ടെ. ഈ രാജ്യത്തിന്റെ ജീർണിച്ച കാലാവസ്ഥയിൽ അത്തരം പുസ്തകങ്ങൾ പുറത്തു വരണം. क्या आपकी पार्टी इस पे अड़ी हुई है? We are totally committed to the elimination of criminalization in politics. സർ, ആ ഗ്രന്ഥത്തിൽ താങ്കളെ കുറിച്ച് അപകടകരമായ പ്രസ്താവനകളുണ്ടെന്ന് ശ്രുതിയുണ്ട്. ഒരു പുസ്തകത്തിൽ രണ്ടു വാക്ക് എഴുതിയെന്ന് കരുതി എന്റെ പ്രതിച്ഛായക്ക് എന്തുണ്ടാകാനാ? മേഘങ്ങൾ സൂര്യനെ മറയ്ക്കാറില്ല.
അഹിംസയുടെ അവതാരമായ മഹാത്മജി കിടന്ന ജയിൽ അതിന്ന് ഹിംസയുടെ പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാറി മാറി രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമസ്തേ ശർമാജി. ഈ ജയിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇരിക്കാം. കാല് സുഖപ്പെട്ടു വരുന്നു അല്ലേ? ആ, സുഖം പ്രാപിച്ചു വരുന്നു. സാറ് പുറത്തിറക്കാൻ പോകുന്ന ഗ്രന്ഥം ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാക്കുമോ എന്ന് പാർട്ടിക്ക് സംശയമുണ്ട്. പ്രതിസന്ധികളിലൂടെ നീങ്ങുന്ന നമ്മുടെ ഈ രാജ്യത്തിന് ഇപ്പോ ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാനാവില്ല. പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നത് എന്തും ഈ ഘട്ടത്തിൽ അപകടകരമാണ്. അർദ്ധരാത്രിക്ക് എങ്ങാനും വരുന്നതായിരുന്നു നല്ലത്. ഈ ഒരു നല്ല പ്രഭാതം തന്നെ വേണമായിരുന്നോ ഇത് പറയാൻ? 3 മാസം കഴിഞ്ഞാൽ പൊതുതിരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ റൂളിംഗ് പാർട്ടിയായ നമ്മൾ തന്നെ അധികാരത്തിൽ വരേണ്ടതുണ്ട്. പൊതുജന മധ്യത്തിൽ റൂളിംഗ് പാർട്ടി അപഹാസ്യമാക്കുന്ന ഈ പുസ്തകം പുറത്തിറക്കുന്നതിൽ നിന്നും അങ്ങ് പിന്തിരിയണമെന്നൊരു അപേക്ഷയുണ്ട്. രാജ്യത്തിന്റെ നാടിജനമാണല്ലോ നമ്മുടെ പാർട്ടി. ആരാ പ്രസിഡന്റിനെ ഇത് പഠിപ്പിച്ചേ? റൂളിംഗ് പാർട്ടി എന്നല്ല, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറബിക്കടലിൽ മുങ്ങിപ്പോയാലും ഈ രാജ്യത്ത് ഒന്നും സംഭവിക്കില്ല. ഞാൻ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ആളാണ്. ശക്തമായൊരു ഭരണത്തിന് ശക്തമായൊരു പാർട്ടി വേണം. ആ പാർട്ടിയെ ജനങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കെതിരായി അണികൾ ചിന്തിച്ചു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. ആ ചിന്തയ്ക്ക് വളമിട്ട് കൊടുത്താൽ അതവരെ കൂടുതൽ സ്വാതന്ത്ര്യബോധമുള്ളവരാക്കും. അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്. നേതാവേ, നിങ്ങളുടെ ഈ സിദ്ധാന്തം പുഴുങ്ങി വല്ല പന്നിക്ക് വിട്ടുകൂടെ? ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യമാ. പാർട്ടി ഇല്ലെങ്കിലും ജനങ്ങളാണ് പ്രധാനം. പട്ടി പറക്കുന്ന പോലെ പാർട്ടി ഉണ്ടാക്കി അവരവരുടെ സൗകര്യത്തിന് ഡെമോക്രസിയെ വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ മുഖത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം. സാറിന്റെ ഈ ആവേശവും അറിവുമൊക്കെ കുറെ കൂടെ ഫലപ്രദമായി രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തണം. കള്ളക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കണക്കെടുക്കുന്ന കമ്മീഷനല്ല സാറിന് ചേർന്നത്. ഓഹോ, പിന്നെന്താണാവോ? സാറിന് ഉപയോഗിക്കാൻ പാർട്ടിക്ക് വലിയ ചില പദ്ധതികളുണ്ട്. ശർമാജി, പഠിവാൻ പറയൂ, എന്ത് സ്ഥാനമാണ് അങ്ങേക്ക് വേണ്ടത്? ഗവർണർ, ഒരു അംബാസിഡർ? ആ ഭൂഗോളത്തിൽ അങ്ങൊന്ന് തൊട്ടു കാണിച്ചാൽ മാത്രം മതി. എനിത്തിങ് അണ്ടർ ദി സൺ. സൂര്യന് താഴെ എന്തും അങ്ങയുടെ കാൽ കീഴിലുണ്ടാവും. പുള്ളിപ്പുലിയെ സോപ്പ് തേച്ച് കുളിപ്പിച്ച അതിന്റെ പുള്ളി മാറില്ല. ഈ ചട്ടുകാലിന് അംബാസഡറേയും ഗവർണറേയും ഒന്നും തോപ്പി ചേരില്ല. എനിക്കങ്ങ് കോട്ടായില് ജന്മം കിട്ടിയ 1.5 ഏക്കർ പറമ്പുണ്ട്. അവിടെങ്ങാനും 4 മൂട് കപ്പ ഇട്ട് ഞാൻ ജീവിച്ചോളാം. സാർ എന്തോന്നാ പൊളുത്തിയ തത്വശാസ്ത്രം അടിക്കുന്നത്? ഇയാളെ രാജ്യം നന്നാക്കാൻ ഇറങ്ങിയിരിക്ക. ഒരമരുന്നിന്റെ മണം മാറാത്ത വീറച്ചെറുക്കാ, നീ എന്നെ തത്വശാസ്ത്രം പഠിപ്പിക്കരുത്. ശർമാജി, ധർമ്മന്റെ ഒരു ആവേശപ്രകടനമായി ഇതിനെ കരുതിയാൽ മതി. ഞങ്ങൾ അങ്ങേ ബുദ്ധിമുട്ടിച്ചു, ക്ഷമിക്കണം. വഴിതെറ്റി നേരെ കോണിപ്പടി ഇറങ്ങുമ്പോ സൂക്ഷിക്കണം, മൂക്ക് കുത്തും. ഉണ്ണിത്താൻ, Play. Trace it. Jackson, there is one more camera covering. നമുക്ക് മുമ്പ് ഈ കേസ് പഠിച്ചവർ എന്തുകൊണ്ട് ഈ സെക്കൻഡ് കാസറ്റിന്റെ സാധ്യത കണ്ടില്ല? I must get that cassette. ബർത്ത്ഡേ കാസറ്റ് കണ്ടപ്പോ അതിൽ മറ്റൊരു കാസറ്റിന്റെ സാധ്യത മാഡം ശ്രദ്ധിച്ചു. അവർ അതിന്റെ പുറകെയാണ്. ഓക്കെ സർ, ഐ വിൽ ഫോളോ.
റിട്ടയർഡ് ജസ്റ്റിസ് ടി.എൻ. ശർമ്മ സ്വവസതിയിൽ ഇന്നലെ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇത് ഒരു കൊലപാതകമാണെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ജസ്റ്റിസ് ശർമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രാഥമിക അന്വേഷണം തെളിയിക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ പ്രസ്താവിച്ചു. ഇവർക്ക് നേരെ കണ്ണും കാതും നാവും അടച്ച് ഇനി നമുക്കൊരു നിമിഷമില്ല. ഈ ജയിലിന്റെ വാതിൽ ഇന്ന് നമ്മൾ തുറക്കുന്നു. അന്ത്യവിധിയും ശിക്ഷയും ജനങ്ങൾ തീരുമാനിക്കും. A revolution of the people, by the people and for the people. Stop it! ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അവരുടെ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസിന് ഞാൻ സപ്ലൈ ചെയ്യാറുണ്ട്. ക്രിമിനൽസിനെ എങ്ങനെയാണ് പുറത്തിറക്കുന്നത്? ജയിലിലെ വാട്ടർ ടാങ്കറിൽ. അത് കണ്ടു എന്ന് പറഞ്ഞ എന്റെ കണ്ണിൽ നീ കെമിക്കൽ ഒഴിച്ചു അല്ലടോ. ഇനി പറയടാ, ആരുടെ തീരുമാനമായിരുന്നു എന്നെ കൊല്ലാൻ? നിന്റെ തന്തയുടെ. ഇനി കറങ്ങിയാൽ നിന്റെ തലച്ചോറ് കലങ്ങി കരിക്കുമ്പോഴാവും. അയ്യോ ജസ്റ്റിസ് ശർമ്മയെ കൊന്നതാര്? ആർക്ക് വേണ്ടി? പാർട്ടിക്ക് വേണ്ടി. എന്താ അയാൾ ഇങ്ങനെ വേർക്കുന്നത്? ഒരാൾ വിയർക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ മാഡം? സംഭവം നടന്നത് ജനുവരിയിലെ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ. ആ സമയത്ത് എങ്ങനെ ഒരാൾ വേർക്കും? അയാൾ കൊണ്ടുവന്ന സ്വീറ്റ് ബോക്സ്, ഐ ഡൗട്ട് നത്തിങ് ബട്ട് എ ബോംബ്. അംബികാരത്നം വധക്കേസിനോടനുബന്ധിച്ച് പീപ്പിൾസ് പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ ധർമ്മനെ ചോദ്യം ചെയ്യാൻ CBI കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ യുവജന വിഭാഗം നടത്തിയ പ്രക്ഷോഭണം അക്രമാസക്തമായി. ഒരിക്കൽ നിങ്ങൾ സിദ്ധാർത്ഥയോടൊപ്പം JK തള്ളി പറഞ്ഞു, പിന്നെ നിങ്ങൾ JK-യിലേക്ക് തന്നെ മടങ്ങി. പോയി നാവ് കൊണ്ട് ആദർശത്തിന്റെ ഗീർവാൻ അടിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. സഹപ്രവർത്തകയുടെ തോളിൽ കൈയിട്ട് നടന്ന് വയറ്റിലുണ്ടാക്കി വെച്ച് കഴുത്തെ തൂങ്ങുമെന്ന് കണ്ടപ്പോ ബോംബ് വെച്ച് കൊന്നു. ഹി ഈസ് നോട്ട് മൈ ടേസ്റ്റ്. മിസ്റ്റർ ധർമ്മൻ, സ്ഫോടനം ഉണ്ടായ ദിവസം അന്നത്തെ പാർട്ടിയിൽ നിങ്ങൾ ആകെ അസ്വസ്ഥനായിരുന്നു. ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം എനിക്കെന്ന് രാവിലെ നന്നായി വയറ്റിന്ന് പോയില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ ഞാൻ എന്താ പറയാ? ഞാൻ എന്തിനു അസ്വസ്ഥനാകണം? അമ്പിയെ കൊല്ലാൻ അവൾക്ക് വയറ്റിലുണ്ടാക്കിയ ധർമ്മനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റിന് സ്ത്രീകളോട് കുറെ കൂടി സഭ്യമായി സംസാരിച്ചുകൂടെ? അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കള്ളന്മാരോട് സംസാരിക്കുന്നവരെ എന്നോട് സംസാരിക്കരുത്. You know this gentleman? I don't know. Chandraji, doctor for the dead. Yes, doctor. അംബികാരത്നത്തിന്റെ കൊലയ്ക്ക് മുമ്പ് തന്നെ പാർട്ടി ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചിരുന്നു. വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തതും തിരിച്ചു കൊണ്ടുവിട്ടതും ധർമ്മനായിരുന്നു. Thank you, doctor.
മിസ്റ്റർ ധർമ്മൻ കേട്ടല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അംബികയുടെ മരണവുമായി ധർമ്മന് ബന്ധമുണ്ടെന്ന് വരുന്നില്ലല്ലോ. മൂക്കിന്റെ പാത്തി കിടിച്ചാൽ എന്തും നിങ്ങൾക്ക് ആരെ കൊണ്ടും പറയിപ്പിക്കാം. മിസ്റ്റർ ധർമ്മന്റെ മൂക്കിന്റെ പാത്തിക്ക് ഞാനൊന്ന് തന്നാൽ എല്ലാം പറയൂ. ഒന്ന് തന്നു നോക്ക്, അപ്പ അറിയാം. വേണ്ട ഗോപാൽ. ധർമ്മൻ, ഇത് CBI ആണ്. ഇവിടെ മിസ്ബിഹേവ് ചെയ്താൽ ഒരു ചുക്കും ചെയ്യില്ല. നിന്നെ എടുത്ത് പരപ്പനങ്ങാടിക്ക് അറിയാൻ എനിക്കറിയാം. Put the cassette. അംബികയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് സിദ്ധാർത്ഥയോടൊപ്പം പോയ ധർമ്മൻ, അത് നിങ്ങളാണെന്നുള്ളത് നിഷേധിക്കുന്നുണ്ടോ? കനുഡിനെ? അത് ഞാൻ തന്നെ. സിദ്ധാർത്ഥയുടെ തൊട്ടുപുറകിൽ നിൽക്കുന്ന നിങ്ങളുടെ മുഖത്ത് ഒരു പരിഭ്രാന്തി ഞാൻ കാണുന്നു. സംഭവം നടന്നത് ജനുവരിയിലെ മഞ്ഞു പെയ്യുന്ന ഒരു സന്ധ്യയ്ക്ക്. കുത്തിപ്പറിക്കുന്ന ആ തണുപ്പിലും നിങ്ങൾ നന്നായി വിയർക്കുന്നു. ദാറ്റ് ഈസ് മൈ ബോഡി ഹാബിറ്റ്. നോക്ക്, ഞാൻ ഇപ്പോഴും നന്നായി വിയർക്കുന്നുണ്ടല്ലോ. ഐ ആം എ BP പേഷ്യന്റ്. സംശയമുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ഫോർ എ മെഡിക്കൽ ചെക്കപ്പ്. ഈ വിയർപ്പ് പ്രഷർ കൊണ്ടുള്ള വിയർപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പലപ്പോഴും വിയർക്കാറുണ്ട്. അതെപ്പോഴൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് പറയണോ? അല്ല, വേണോ? അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത റാസ്കൽസ് നടക്കുന്ന നിനക്കൊക്കെ കൊള്ളയും കൊലയാലട മുദ്രാവാക്യം. നീ പാർട്ടിയുടെ വലിയ സിംഹമാണ്. I will break your neck. മനസ്സിലായടാ? Hello. Jaypal here. Good morning, sir. Good morning. Listen, Akhila, I wanted to... One second, sir. Hello, sir. Well, how is the progress, dear? Very exciting, sir. കാസറ്റിൽ അയാളുടെ വിയർത്ത മുഖം ഞാൻ കാണിച്ചപ്പോ അയാൾ ആകെ ടെൻസ്ഡ് ആവുന്നത് കണ്ടു, സർ. അംബികയുടെ മരണത്തിൽ അയാളുടെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. I am trying to keep him in custody. ഇപ്പോ വേണ്ട. ഇല്ല, സർ. അയാൾ വെറും ചെറ്റയാണ്. സംസ്കാരമില്ലാത്ത നാറിയ പൊളിറ്റീഷ്യൻ. ഇപ്പോ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തതിനെതിരായി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു വലിയ വിപ്ലവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്ലേ ഇറ്റ് കൂൾ. വേണ്ടപ്പോ വീണ്ടും വിളിപ്പിക്കാമല്ലോ. Yes, sir. അഖിലേന്ത്യാ യൂത്ത് വിംഗ് പ്രസിഡന്റിന്റെ മുഖത്ത് ഒരു പെണ്ണിന്റെ കൈ വീണെന്ന് നാട്ടുകാർ അറിയണ്ട. തനിക്കാ നാണക്കേട്. गुड आफ्टरनून देश का नेता. സർ, ധർമ്മൻജി അവർ തട്ടിക്കൊണ്ടു. Meet J.K. തപോവനം ജാക്സൺ. Yes, Jaypal here. എന്താ നോക്കുന്നത്? ഡോക്ടർ ജയലക്ഷ്മിയുടെ